വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ആശങ്കകൾ അകറ്റാൻ, അതായത് മുസ്ലിം വിഭാഗത്തിനുണ്ടായ ആശങ്കകൾ അകറ്റാൻ രാജ്യവ്യാപക പ്രചരണത്തിനാണ് BJP ഒരുങ്ങുന്നത്. വീടുകൾ തോറും കയറി ഇറങ്ങി അത്തരത്തിൽ അവരുടെ ആശങ്കകൾ അകറ്റുന്നു. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ലെ, കാരണം ഈ വഖഫ് നിയമത്തിന്റെ ഭേദഗതി ഒരിക്കലും മുസ്ലിം സമുദായത്തിനെതിരല്ല, മറിച്ച് മുസ്ലിമിൽ വരേണ്യവർഗങ്ങളായിരിക്കുന്ന ആളുകൾ, അത് കോൺഗ്രസ് പാർട്ടി പെട്ടുള്ള ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ തന്നെ മുസ്ലിം ലീഗിൽ പെട്ടുള്ള ആളുകളുണ്ട്. ഇവര് പലപ്പോഴും മുസ്ലിമിൽ സ്ത്രീകൾക്കെതിരാണ്. ഇവര് മുസ്ലിം സ്ത്രീകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികളാണ്. നമ്മൾ ആലോചിക്കുക, അവര് വസ്ത്രധാരണത്തില് നിർബന്ധം പിടിക്കുന്ന ആരാ? സമസ്തയാണ് പിടിക്കുന്നത്. ഈ സമസ്ത ആരുടെ കൂടിയാണ്? ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടിയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരുടെ കൂടിയാണ്, ഇസ്ലാമിക തീവ്രവാദികളുടെ കൂടിയാണ്. ഇവര് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം അത് ഏത് വേണമെന്ന് ഇവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്. മുസ്ലിം സ്ത്രീ നിയമസഭയെ പോകാൻ പാടില്ലെന്ന്. ഇപ്പൊ ലീഗ് ഏകദേശം കേരളത്തില് എത്ര വർഷമായി? ഏകദേശം 60-65 വർഷമായില്ലേ ലീഗ് ഉണ്ടായിട്ടുള്ളത്. ആ തൊപ്പിയെ കൂരിയിട്ടാണ് CH മുഹമ്മദ് 1960കളിലാണ് കേരളത്തിന്റെ സ്പീക്കറായത്. 65 വർഷമായി. ഇന്നേ ഒരു സ്ത്രീ, ഒരു മുസ്ലിമിന്റെ സ്ത്രീ, ഒരു മുസ്ലിം ലീഗിന്റെ പേരിൽ സ്ത്രീ അവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, മുസ്ലിം സ്ത്രീകളുടെ സ്ഥാനം എന്താണ് ലീഗിനകത്ത്? വളരെ മോശപ്പെട്ട സ്ഥാനമാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ലീഗിലോ സമാനമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിലോ ഒരു സ്ഥാനവുമില്ല. അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഇവർ കവർന്നെടുക്കുകയാണ്. മുസ്ലിം നേതാക്കന്മാര്, ഇസ്ലാമിക നേതാക്കന്മാര്, ഇവര് മുസ്ലിമല്ല, ഇസ്ലാമിക തീവ്രവാദി നേതാക്കന്മാരായിരിക്കുന്ന ലീഗിലും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകള് ഇവര് മുസ്ലിം സ്ത്രീകളുടെ സ്വത്തുക്കൾ മുഴുവൻ കവർന്നെടുക്കുകയാണ്. അവര് വസ്ത്രധാരണത്തിൽ ഇവരുകരിട്ട് ഇടപെടുകയാണ്. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ ഇവരുകരിട്ട് ഇടപെടുകയാണ്. എന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യുന്ന, അവരെ അടിമകളാക്കി വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇവർക്കുള്ളത്. ഇതിനെയാണ് എതിർക്കുന്നത്. ഇപ്പൊ ഈ പുതിയ വഖഫിന്റെ ഭേദഗതി ബില്ല് വരുന്ന സമയത്ത് ആ ഭേദഗതി ബില്ലിനകത്ത് ആ വഖഫ് ബോർഡിനകത്ത് 2 സ്ത്രീകൾ വരുന്നുണ്ട്. ആ സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞ് അതിനാണ് കോൺഗ്രസ്സുകാരന് എതിർപ്പുള്ളത്, അതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് എതിർപ്പുള്ളത്, അതാണ് മുസ്ലിം ലീഗുകാരന് എതിർപ്പുള്ളത്. അത് പറ്റില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടതാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് വഖഫിന്റെ കമ്മിറ്റിക്കകത്ത് 2 സ്ത്രീകൾ വേണം, അവരിത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. അവർക്ക് കൂടി ഇപ്പൊ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്താ? ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ആൺമക്കൾ മാത്രം ഇല്ല എന്ന് വിചാരിക്കട്ടെ, 2-3 പെൺകുട്ടികളാണുള്ളെങ്കിൽ അവര് ഭർത്താവ് മരിച്ചാല് ഭർത്താവിന്റെ സ്വത്തില് 1 സെന്റ് ഭൂമി അവർക്ക് കിട്ടുമോ? കിട്ടില്ലല്ലോ. അത് മുഴുവൻ ഭർത്താവിന്റെ അനിയന്മാര് കൊണ്ടുപോകും. ഭർത്താവിന്റെ ബാപ്പ എന്നൊക്കെ പറയുന്ന ആളുകൾ കൊണ്ടുപോകണം അത് മുഴുവൻ ഭൂമി. അങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് മുസ്ലിം സ്ത്രീകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപനത്തിനെതിരെ കൂടിയാണ് ഈ മുസ്ലിം ഭേദഗതി ബില്ല്. ഈ ബില്ല് വന്നത് ആദ്യം ഉണ്ടാക്കിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അതിന്റെ മാറ്റം വരുത്തിയത് നരസിംഹറാവു കുറച്ചും കൂടി ഭേദഗതി വരുത്തി ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അത് മുഴുവൻ സറണ്ടർ ചെയ്യാൻ തീരുമാനിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2013-ലാണ്. അങ്ങനെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മുസ്ലിം സമുദായത്തെ അടിയറ വയ്ക്കുന്ന ബില്ലാണ് വഖഫ് ബില്ല്. ഈ വഖഫ് ബോർഡ് എന്തിനാവശ്യം? എന്തിനാണ് ഒരു സമുദായത്തിന്റെ പേരിൽ എന്തിനാണ് ബോർഡ്? അതായത് ഞാൻ ഇടപെട്ടെന്ന് ചോദിക്കുകയാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു ഭൂമിയിൽ വന്ന് വഖഫ് പറയുന്നു, ഇത് വഖഫിന്റെ ഭൂമിയായിരുന്നു, നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് പറയുമ്പോൾ നമുക്ക് കോടതിയെ പോലും സമീപിക്കാൻ പറ്റില്ല. ഒന്നും സമീപിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഭൂമി വഖഫിന്റെ ആണെന്ന് വഖഫ് പറഞ്ഞാൽ വഖഫിന്റെ ആണപ്പോ അത്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും മുസ്ലിമിന്റെ അടക്കം വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില കോർപ്പറേഷനുകൾ പിടിച്ചടക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് നേർക്ക് വരെ അവകാശവാദം ഉണ്ട്. നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ ഇവരുടെ കീഴിലാവും. ഒരുപാട് സർക്കാരിന്റെ സ്ഥാപനങ്ങള്, ടൗൺ ഹാൾ ഇവരുടെയാവും, നിയമസഭകൾ ഇവരുടെയാകും, കോർപ്പറേഷനുകൾ ഇവരുടെയാവും. ഇതൊക്കെ കൊണ്ടുവരത്തക്ക രീതിയിൽ ഇവിടെ എന്താ ശരിയത്ത് നിയമമാണ് ഉള്ളത്? ഒന്നുമല്ലല്ലോ. ഈ നിയമത്തെ കൊണ്ടുവരുന്ന ആരാണ്? കോൺഗ്രസ്സുകാരാണ്. അന്ന് മൻമോഹൻ സിംഗ് നിയമം പാസ്സാക്കിക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്തിന്റെ മുഖ്യ അവകാശികള് മുസ്ലിങ്ങളാണെന്നാ പറഞ്ഞു. മുസ്ലിങ്ങൾ എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇസ്ലാമിക തീവ്രവാദികളെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ ജീവിക്കുന്ന ആൾക്ക് സാധ്യമല്ല, ഇവിടുത്തെ ഹിന്ദുവിന് സാധ്യമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് സാധ്യമല്ല, ഇവിടുത്തെ സാധാരണ മുസ്ലിമിന് പോലും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്ന ഹിന്ദുക്കൾക്ക് മാത്രമൊന്നുമല്ലല്ലോ.
ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്ത് സേഠിന്റെ മകള്, ഈ പറയുന്ന സേഠിന്റെ ഭൂമിയാണ് ഫറൂഖ് കോളേജിന് കൊടുത്തിട്ട്, ആ ഫറൂഖ് കോളേജാണ് എൻ്റെ ചില ആളുകളാണ് ഇതെടുത്തിട്ട് വഖഫിന് കൊടുക്കുകയും അതിലൂടെയാണ് വഖഫ് മുനമ്പത്ത് 610 കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അതിന് കൂട്ടുന്നവരാ കോൺഗ്രസ്സുകാര്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അതിന് കൂട്ടുന്നവരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, അവിടുത്തെ MLA അടക്കം അതിന് കൂട്ടു നിൽക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ മുസ്ലിം ലീഗുകാര് അതിനെ ചൂട്ടുപിടിക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന ആളുകളൊക്കെ കൂടിയിട്ട് സാധാരണക്കാരായിരിക്കുന്ന ആളുകള് 3 സെന്റ് 5 സെന്റ് 7 സെന്റ് പണം കൊടുത്ത് വാങ്ങിച്ച എല്ലാ ഭൂമിയും തട്ടിയെടുക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ശരിക്കത്. അത് ഇവിടെ മാത്രമല്ല, ഭാരത വ്യാപകമായിട്ട്. ഇപ്പൊ ഞാനത് പലപ്പോഴും പറയാൻ, ഹിന്ദുക്കൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് പ്രശ്നമല്ല ഇപ്പൊ ഇത്. ഈ പറയുന്ന ഭൂമി ഏത് വഖഫ് നിയമം വന്നാലും നേരിടാൻ ഹിന്ദുക്കൾക്കറിയാം. ഇപ്പൊ രാമജന്മഭൂമിയിലെ പ്രശ്നം ഉണ്ടായല്ലോ, അയോധ്യയിലെ പ്രശ്നം ഉണ്ടായല്ലോ, തർക്കഭൂമി ആയിരുന്നല്ലോ. ആ തർക്കഭൂമി എങ്ങനെയാണ് ഹിന്ദുക്കൾ തിരിച്ചു പിടിച്ചത്? അത് വേണ്ടി വന്നാൽ ഹിന്ദുക്കൾ ശക്തമായിട്ട് ആ ഭൂമി തിരിച്ചു പിടിക്കും. ഹിന്ദുവിന് അതിന് കരുത്തുണ്ട്. വഖഫിന്റെ ഭൂമി വഖഫിന്റെ ആന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ഹിന്ദുക്കൾ അംഗീകരിക്കില്ലപ്പാ. ഹിന്ദുക്കൾക്ക് അതിന് അതിശക്തമായ ശക്തിയുണ്ട്. ശക്തിയുള്ള പ്രസ്ഥാനങ്ങൾ ഹിന്ദുക്കളുടെ പിന്നിലുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം അങ്ങനെയല്ല. ക്രിസ്ത്യാനികള് പലപ്പോഴും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. 600 ചില വരുന്ന കുടുംബങ്ങൾ അവിടെ മുനമ്പത്ത് വഴിയാധാരമാകേണ്ടതാണ്. അതിനെ രക്ഷിച്ചത് വഖഫിന്റെ ഭേദഗതി നിയമം കൊണ്ട് മാത്രമാണ് അവരെ രക്ഷിച്ചത്. എറണാകുളത്ത് ആ ഒരു സ്ത്രീയും അവരുടെ അമ്മയും കൂടിയാണ് തിരുവിലാവേണ്ടത്. മുസ്ലിം സ്ത്രീകളാണത്. ഇവര് വഴിയാധാരാക്കുന്നവരാണെന്നറിയാമോ? ഇസ്ലാമിക തീവ്രവാദികളാണ്. ഈ പറയുന്ന തങ്ങളുമാരാണ്. തങ്ങളുമാരെണ്ണം കേവലം 5000 മാത്രമാണ്. അവരാണ് സമസ്ത ഭരിക്കുന്നതും മുസ്ലിം ലീഗ് ഭരിക്കുന്നതും. അവരാണ് മുസ്ലിമിന്റെ നിയമചട്ടങ്ങളെല്ലാം കൊണ്ടുവരുന്നവരാണ്. വസ്ത്രധാരണ രീതിയെക്കുറിച്ചിട്ടും സംസാര ഭാഷയെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൊണ്ടുവരുന്നവരാണ്. ഇത് എന്തൊരു പ്രാകൃതമായ നിയമമാണത്! ഈ പ്രാകൃതമായ നിയമത്തെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് വഖഫിന്റെ ഭേദഗതിയുടെ ഏറ്റവും വലിയ സവിശേഷത. അതാണ്, ഒരാൾക്ക് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം കൊടുക്കില്ല. നിങ്ങളുടെ ഭൂമി നിങ്ങളുടേതാണ്. ഇത് വഖഫ് പറഞ്ഞുകൊണ്ട് വഖഫിന്റെ ആകുന്നൊക്കെ വഖഫുകാര് ധരിച്ച് മനപ്പായസം ഉണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവര് ആഹാരം കഴിക്കാതെ കണ്ട് പട്ടിണിയായിട്ട് കിടന്ന് മരിക്കുന്നതിന് നിവൃത്തി ഉണ്ടാവുള്ളൂ. ഇത് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിനും ഇന്ത്യൻ ഭൂമി അടിയറ വയ്ക്കാനായിട്ട് സാധ്യമല്ല. അടിയറ വയ്ക്കാൻ അനുവദിക്കില്ല. ഇവിടെ ഭരിക്കുന്ന ആളെ അനുവദിക്കില്ല. ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളടക്കം ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായുള്ള നിലപാടാണ്. നിലവിൽ ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ ശക്തമായുള്ള നിലപാടാണ്. മുസ്ലിംസും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. കാരണം മുസ്ലിങ്ങളുടെ അത്രയും ദയനീയത ക്രിസ്ത്യാനിക്ക് ഇവിടെ ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മുസ്ലിമിന്റെ അത്രയും ദയനീയത ഇവിടുത്തെ ഹിന്ദുക്കൾക്കില്ല. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലേ? ഹിന്ദുവിന് പ്രശ്നം വന്നാൽ പഴയ കാലത്ത് മഹാത്മജി പറഞ്ഞല്ലോ, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രതിജ്ഞയുടെ ആദ്യത്തെ വരി ഞാൻ ഹിന്ദുവാണെന്നാണ്. എന്നിട്ട് മഹാത്മാഗാന്ധി പറയുന്നത് വൈക്കത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നേരിട്ടിറങ്ങേണ്ട ഹിന്ദുക്കളാണ് ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് KP കേശവൻ ഇറങ്ങിയതാണ്, അങ്ങനെയാണ് K കേളപ്പൻ ഇറങ്ങിയത്, അങ്ങനെയാണ് TK മാധവൻ ഇറങ്ങിയത്, അങ്ങനെയാണ് മന്നത്ത് പത്മനാഭൻ ഇറങ്ങിയത്, അങ്ങനെയാണ് മഹാത്മാ അയ്യങ്കാളി പോലുള്ള ആളുകൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഗുരുദേവന്റെ പിന്തുണ അതിന് ലഭിച്ചത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയുവാനും എക്കാലത്തും ആളുകൾ ഉണ്ടായിരുന്നു. ഹിന്ദുവിന് പ്രശ്നം വന്നാല് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും വേണ്ടി ഒന്നും ഇവിടെ യോജിക്കും, ഒരു സംശയ കരുതലില്ല. മറിച്ച് ക്രൈസ്തവ സമൂഹങ്ങളിലും ഒരു പരിധി വരയ്ക്കും വേണമെങ്കിൽ യോജിക്കാം. എല്ലാവരും യോജിക്കണം നിർബന്ധമില്ല കേട്ടോ. ചില ആളുകൾ നമ്മുടെ തൃശ്ശൂരിലെ മറ്റേ ഓർത്തഡോക്സ് സഭയുടെ പിതാവെന്നോ എനിക്ക് അയാളെ പേരെന്താ വിളിക്കുന്നതെന്നറിയില്ല. ആ തരത്തിൽപ്പെട്ട ചില ആളുകൾ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ട്. പക്ഷെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഒരാൾ പോലും ഇസ്ലാമിക സാധാരണ മുസ്ലിമിന്റെ അവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട്, അവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ അവന്റെ ഗതി വരുന്നത് ചേകന്നൂർ മൗലവിയുടെ ഗതിയാണ്. ആ മനുഷ്യൻ മരിച്ചിട്ട് ഇത്ര വർഷങ്ങളായിട്ട് ആരാണ് കൊന്നത്, എവിടേക്കാണ് കൊണ്ടുപോയത്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയാൻ നിവൃത്തിയില്ല. കാരണം മുസ്ലിം പരിഷ്കരണവാദികളുടെ ഗതി എന്തായിരിക്കും എന്നുള്ള ഏറ്റവും വലിയ അനുഭവം ഒരു തീവ്രവാദികൾ പകർന്നു കൊടുത്ത് അവിടെ വെച്ചിട്ടാണ്. കാരണം നിങ്ങൾ ആരെങ്കിലും ഇസ്ലാമിക പരിവർത്തനത്തിന് വേണ്ടി സംസാരിച്ചാൽ നിങ്ങളുടെ ഗതി
ചേകന്നൂർ മൗലവിയുടേതായിരിക്കുന്നവർ ബോധ്യപ്പെടുത്തിയതാണത്. ഏതാണെങ്കിലും വഖഫിന്റെ ഭേദഗതി ബില്ല് വന്നത് ഇതിനൊരു തടയിടുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ ജാതി മത വ്യത്യാസങ്ങൾക്കുപരിയായിട്ട് എല്ലാവർക്കും ഈ തരത്തിൽ ഭേദഗതികൾ പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം.